വെൽക്കം ടു എൻട്രി. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CSEB എക്സാമിനേഷൻ 19/5/2024 സംഘടിപ്പിച്ച CSEB എക്സാമിനേഷന്റെ കോർപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ. നമുക്കറിയാം, ആ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മിശ്രമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമുക്ക് അതിന്റെ ബാങ്കിങ്ങും അക്കൗണ്ടിങ് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കോർപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷനെ നമ്മൾ എഫക്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളൊരു ആസ് എ കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മൾ ഈ ഒരു എക്സാമിനെ നോക്കി കാണുമ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഭാഗത്തു നിന്ന് വരുന്ന കോർപ്പറേഷൻ ഭാഗത്തു വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പൊതുവെ എടുത്ത് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഏറ്റവും ബേസിക് ഭാഗങ്ങൾ, അതായത് ബേസിക് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ബേസിക് കോപ്പറേറ്റീവ് വാല്യൂസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ ബേസിക് ലെവലിൽ കാണാം. അത്ര ബേസിക് ലെവലിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഇപ്പോൾ CSEB എക്സാമിനേഷൻ വളരെ കുറവാണ് ഇപ്പോൾ ചോദിക്കാറ്. കുറെ അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസിലേക്കാണ് സാധാരണ പോവാറ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് ഈ പറയുന്ന ഏറ്റവും ബേസിക് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിന്റെ എണ്ണം വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓർഗനൈസേഷൻസിനെയും അതുപോലെ തന്നെ അതിനു ചുറ്റുപറ്റുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കറിയാം, ഫോറിൻ കോർപ്പറേഷന് ഒറ്റുള്ള ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കാണാം. ഒരുപാടൊന്നും അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സാമിനേഷൻ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഇതിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈവൻ അറിയില്ലെങ്കിൽ പോലും ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ആ വന്ന പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ചോദ്യങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു ചോദ്യം ഇതാണ്: എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിംസ് അറ്റ് ഡാഷ് ലൈഫ് ടു ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ വീക്കർ സെക്ഷൻസിന് ഏതുതരം ലൈഫാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്? എന്തുതരം ലൈഫ് ഒരു സൊസൈറ്റിയുടെ വീക്കർ സെക്ഷൻസ് കൊടുക്കുന്നതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ, ഓപ്ഷൻ ബി കോർപ്പറേറ്റ്, ഓപ്ഷൻ സി മോണോപോളിസ്റ്റിക്, ഓപ്ഷൻ ഡി ട്രഡീഷണൽ. തീർച്ചയായിട്ടും എന്താണ് ഒരു കോർപ്പറേറ്റ് ലൈഫാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു കോർപ്പറേറ്റ് ലൈഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ലൈഫാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു കോർപ്പറേറ്റ് ലൈഫ് അവിടെ ഈ പറയുന്ന സൊസൈറ്റിയുടെ വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തത്വത്തിൽ പറയാം. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. വളരെ നമ്മൾ നമ്മുടെ സെക്ഷൻസിലൊക്കെ പറയുന്നതാണ് കോർപ്പറേറ്റ് ലൈഫ് കൊടുക്കുക ഒരു സൊസൈറ്റിയുടെ വീക്കർ സെക്ഷൻസിന്. കോപ്പറേറ്റീവ് ലൈഫ് എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കോർപ്പറേറ്റ് ലൈഫ് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്: ദ ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. കോർപ്പറേഷന്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സോഷ്യൽ, ബി എക്കണോമിക്, സി പൊളിറ്റിക്കൽ, ഓപ്ഷൻ ഡി എഡ്യൂക്കേഷണൽ. അപ്പൊ ഇതിൽ ഈ ഒരു കോർപ്പറേഷന്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലാണ് ചോദ്യം. കോർപ്പറേഷന്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്ത കാര്യം ഏത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. ഈ കോർപ്പറേഷന്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സോഷ്യൽ, എക്കണോമിക്കൽ, എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോർപ്പറേഷൻ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്തത് പറയുന്നത് ഓപ്ഷൻ സി പൊളിറ്റിക്കൽ ആണ്. അല്ലെ, പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നില്ല. കോർപ്പറേഷൻ നമുക്കറിയാം പൊളിറ്റിക്കലി ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിനല്ല ഒരിക്കലും കോർപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോർപ്പറേഷന്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കലാണ് ആ ഒരു ബെനിഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു കോർപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല. കാരണം കോർപ്പറേഷൻ പൊളിറ്റിക്കലി ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ എല്ലാ ഇതിനോടും ഈ പറയുന്ന പൊളിറ്റിക്സിനോടും റിലീജിയനോടൊക്കെ ഒരു സമദൂരമാണ് എന്ത് ചെയ്യുന്നത്, തുല്യ ദൂരമാണ് ആ ഒരു കോർപ്പറേഷൻ പിന്തുടരുന്നതെന്ന് കൂടി നമുക്ക് ഇതിൽ പറയാം. അടുത്തൊരു ചോദ്യമാണ്: എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ദി റൈറ്റ് തിങ് ഈവൻ ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡേഞ്ചറസ്. ഒരു പേഴ്സന്റെ എന്താ പറയുക ഒരാളുടെ മൊറാലിറ്റി റിഫ്ലക്ട് ചെയ്യുന്നത് ആ പേഴ്സൺ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവണം, ഈവൻ ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡേഞ്ചറസ്. ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അപകടകരമായ കാര്യമാണെങ്കിൽ പോലും അയാൾ അത് ചെയ്യാൻ തയ്യാറാവുന്നിടത്ത് അയാളുടെ ഒരു മൊറാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പറയുന്നത് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ സോഷ്യൽ, ഓപ്ഷൻ ബി ഇക്വാലിറ്റി, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക്, ഓപ്ഷൻ ഡി എത്തിക്കൽ. തീർച്ചയായിട്ടും എന്താണ് അത്? എത്തിക്കലാണ്. കാരണം എന്താ, നമുക്കറിയാം നമ്മളൊരു മൂല്യ അധിഷ്ഠിതമായിരിക്കും. കാരണം എന്താ, അയാളുടെ ഒരു എത്തിക്സിന്റെ ഭാഗമായിട്ടായിരിക്കും എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്താൽ നമുക്കറിയാം അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെയ്യാൻ ഹാർഡാണെന്ന് നമുക്കറിയാം. നമുക്കത് ഓൾറെഡി ഹാർഡാണ് അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നതിന്റെ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്?
എത്തിക്കലാണ് അല്ലെ, അയാളുടെ എത്തിക്കൽ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. കാരണം അയാളുടെ ഇക്വാലിറ്റിയോ സോഷ്യലോ ഒന്നും അല്ല, അദ്ദേഹത്തിന് ഒരു എത്തിക്കൽ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഒരു ഒരു കാര്യം ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്, അത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ്, എങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നൊരു. അപ്പൊ അതെന്താണ് തീർച്ചയായിട്ടും അതിന് കാണിക്കുന്നത്, അത് എത്തിക്കൽ ആണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഒരു വ്യക്തിയുടെ എന്താണ്, എന്ത് മൊറാലിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്, എത്തിക്കലാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. വില്ലിങ്നെസ് ടു ഹെൽപ്പ് ഓർ ടൈം ടു അതേഴ്സ്. നമുക്കറിയാം ഒരു വ്യക്തിക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമയം കൊടുക്കാനോ തയ്യാറാകുക എന്ന് പറയുന്നത് എന്താണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ഓപ്പൺനെസ്, ഓപ്ഷൻ ബി ജനറോസിറ്റി, ഓപ്ഷൻ സി ഹോണസ്റ്റി, ഓപ്ഷൻ ഡി കൈൻഡ്നെസ്. തീർച്ചയായിട്ടും എന്താണ് അത്, ഓപ്ഷൻ ബി ആണ്, ജനറോസിറ്റി ആണ് അല്ലെ. നമ്മളൊരു ഔദാര്യതയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനറോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയുടെ വ്യക്തിയാണ് അല്ലെ. ഓപ്പൺനെസ്, ഹോണസ്റ്റി, കൈൻഡ്നെസ് ഒക്കെ അതിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ഒരു വ്യക്തിനെ സഹായിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ അവരുടെ സമയം നമുക്ക് അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവും, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സമയമായിരിക്കും, അത് അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, അത് ഒരാളുടെ ജനറോസിറ്റിനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്തിനാണ്, ജനറോസിറ്റിനെയാണ് റിഫ്ലക്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ജനറോസിറ്റിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ കുറച്ച് വളച്ചും കുറുകിയൊക്കെ ചോദിക്കാം. അത് ക്വസ്റ്റ്യൻസ് കുറച്ച് സാധാരണ ഒരു രണ്ട് ഇതിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഒതുങ്ങുന്ന ചോദ്യങ്ങളാണ് CSEB നമുക്ക് കൂടുതൽ കാണാൻ. പക്ഷെ ഇപ്പോ ഒരു ഫോർമാറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരം നീളം ക്വസ്റ്റ്യൻസ്, ഒരു വലിയ സെന്റൻസ് അതിന്റെ ഭാഗമായിട്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ CSEB എക്സാമിനേഷൻസിനൊക്കെ ഈ ഔട്ടർ ലൈൻ മാത്രം പഠിച്ചു പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടത് മാത്രം മതി, ഞങ്ങൾക്ക് വേറൊന്നും ആവശ്യമില്ല, അതായത് ഞങ്ങൾക്ക് ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയുന്നവർക്കുള്ള വളരെ പ്രകടമായൊരു എന്തൊരു സൂചനയാണ് ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ കണ്ടത്. ഒരുപാട് ഡീപ്പിലേക്ക്, അതായത് എന്താണോ ആ ഒരു സെന്റൻസ് വരുന്നത്, ആ സെന്റൻസിൽ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഡീപ്പായി പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായ രീതിയിൽ പഠിക്കേണ്ട ഒരു സമയം. കാരണം നമ്മൾ അതിന്റെ ഔട്ടർ ലൈൻ മാത്രം പഠിച്ച് ഇതാണ് ഇന്ന തീയതിയാണ് റോഗൽ പൈനസ് ഉണ്ടായത്, ഇന്നതാണ് ആരാണ് റോബർട്ട് ഓവനാണ്, ഇത് മാത്രം ഈ പറയുന്ന നമുക്ക് ആവശ്യമുണ്ടെന്ന് കരുതുന്നത് മാത്രം പഠിച്ച് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ മാറുകയാണ് അല്ലെ. പാറ്റേൺ, ഞാൻ പൂർണ്ണമായി പാറ്റേൺ മാറുന്നതല്ല പറയുന്നത്, പക്ഷെ അതിന്റെ രീതികളും മറ്റും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സ്റ്റഡിയും ആ ഒരു ഡീപ്പ് ലെവലിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിന് കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിലേക്ക് ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് നിങ്ങളിപ്പോൾ പിന്തുടർന്ന രീതി പൊളിച്ച് എഴുതേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ഈഗോനെ കെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവിടെ നിങ്ങൾ കുറച്ചുകൂടി, അത് വേറൊന്നിനു വേണ്ടിയില്ല പറയാം, നമുക്ക് കുറച്ചുകൂടി മാർക്കുകളിൽ സ്കോർ ചെയ്യണം. നമ്മൾ ഈ പറയുന്ന പാർ സ്കോറിൽ മാത്രം നിന്നപ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു വലിയ സ്കോറിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത കൂടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എ ഫണ്ടമെന്റൽ ട്രൂത്ത് ഓർ പൊസിഷൻ that serves as the foundation for a system of belief or behavior or for a chain of reasoning. നമുക്ക് ഒരു കൃത്യമായ ഒരു ഐഡന്റിറ്റിയാണ് അവിടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ഓർ പ്രൊപ്പോസിഷൻ, അത് എന്തായിട്ട് സർവ് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ ബിലീഫിന്റെ ബിഹേവിയറിന്റെ ഒരു ചെയിൻ ഓഫ് റീസണിംഗ് ആയിട്ട് വരുന്നു. തീർച്ചയായിട്ടും എന്താണ് ഓപ്ഷൻ സി പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഈ പ്രിൻസിപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ഫണ്ടമെന്റൽ ട്രൂത്ത് ഓർ പ്രപ്പോസിഷൻ എന്ന രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഡീപ്പായിട്ട് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ഒരു പക്ഷെ അത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ്, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എമംഗ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിലെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിംഗ്, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്ഷൻ ഡി ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഇതിൽ ഏതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിലെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നൊരു കാറ്റഗറിയിൽ പെടാത്തത്? ഇപ്പോൾ റോക്ക്ഡെയിൽ ഫൈനാൻസ് നമുക്കറിയാം, ഈ ലോകത്ത് ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ് ലോകത്തിന് സമ്മാനിച്ചത് റോക്ക്ഡെയിൽ ഫൈനാൻസ് ആണ്. അവരൊരു വിജയിച്ച മാതൃക ആയതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എല്ലാം തന്നെ അവരുടെ പ്രിൻസിപ്പിൾസ് പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെ. ലോകത്തിലുള്ള മറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എല്ലാം തന്നെ അവരുടെ പ്രിൻസിപ്പിൾസ് പിന്തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ പ്രിൻസിപ്പിൾസ് പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതും. അപ്പോൾ അതിൽ ഈ പറയുന്ന റോക്ക്ഡെയിൽ ഫൈനാൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം, ഒരു എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്ന സമയം നമുക്കറിയാം. അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടാത്ത താഴെ പറയുന്ന ഏത് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിംഗ് ആണ് അതിൽ ഉൾപ്പെടാത്തത്. ക്യാഷ് ട്രേഡിംഗ് ആണ് അതിൽ ഉൾപ്പെടാത്തത്. ഓപ്പൺ മെമ്പർഷിപ്പും ഡെമോക്രാറ്റിക് കൺട്രോളും ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ ഈ പറയുന്ന ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ക്യാഷ് ട്രേഡിംഗ് എന്നുള്ളതാണ് അവിടെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടാത്ത ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ക്യാഷ്
ട്രേഡിംഗ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തത്, എത്തിക്കൽ വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഉൾപ്പെടാത്തതിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഓപ്പൺനെസ്, ഓപ്ഷൻ ബി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി കെയറിംഗ് ഫോർ അതേഴ്സ്, ഓപ്ഷൻ ഡി സോളിഡാരിറ്റി. ഈ പറയുന്ന ഇത്രയും വാല്യൂസിൽ കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, സോളിഡാരിറ്റി ആണ്. സോളിഡാരിറ്റി ഉൾപ്പെടുന്നില്ല. ഇപ്പോൾ ഓപ്പൺനെസ്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കെയറിംഗ് ഫോർ അതേഴ്സ് ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ വാല്യൂസ്, കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസ് ആണ്. അതിൽ ഉൾപ്പെടാത്തത്, ഈ കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് എന്താണ്? സോളിഡാരിറ്റി ആണ്. സോളിഡാരിറ്റിയാണ് ഈ ഒരു കോർപ്പറേഷന്റെ എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? സോളിഡാരിറ്റി ആണെന്ന് പറയാം. അപ്പൊ മറ്റുള്ളപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതിനർത്ഥം ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ആ മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നല്ല പറയുന്നത്. പക്ഷേ ആ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നൊരു കൃത്യമായ സൂചന നമുക്ക് ഈ പറയുന്ന ഒരു എക്സാമിൽ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ തവണ ബേസിക് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അടുത്ത തവണ അഡ്വാൻസർ ആയി ചോദിക്കേണ്ടാവുക, വീണ്ടും ബേസിക്കലി വരും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് എത്ര ബേസിക് കാര്യങ്ങൾ എന്ന ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം എന്നുള്ള കൂടിയാണ് പറയുന്നത്. അടുത്തത്, Dash formulated for the first time definite practical rules and successfully demonstrated the gainful possibilities of cooperative actions. ഒന്നുമില്ല, ആരാണ് ഈ പറയുന്ന ഒരു കോപ്പറേറ്റീവ് സെക്ടറിലെ പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് ആരാ എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ആദ്യമായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലോകത്ത് അവതരിപ്പിച്ച ആര് എന്ന രീതിയിലാണ് ചോദ്യം. പക്ഷെ അതിന്റെ ചോദ്യം നോക്കും നിങ്ങൾ. Dash formulated for the first time definite practical rules and successfully demonstrated the gainful possibilities of cooperative actions. അത് ആദ്യമായിട്ടാണ് ആരാണ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായി നിർവചിക്കപ്പെട്ട പ്രാക്ടിക്കൽ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നതും അത് സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നതും അതിന്റെ ഈ ഗെയിൻഫുൾ പോസിബിലിറ്റി കോപ്പറേറ്റീവ് ആക്ഷൻസ് ആരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്ന രീതിയിലുള്ള ചോദ്യം. ഒന്നുമില്ല, ഈ പറയുന്ന അവരുടെ ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി വില്യം കിങ്, ഓപ്ഷൻ സി റോക്ക്ഡെയിൽ പയനേഴ്സ്, ഓപ്ഷൻ ഡി ജോർജ് ഡേവിഡ് ഓണിക് എന്നാണ്. നമുക്കറിയാം അത് ഓപ്ഷൻ സി ആണ്, റോക്ക്ഡെയിൽ പയനേഴ്സ് ആണ്. അപ്പൊ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും ഇതൊക്കെ ആദ്യമായിട്ട് ലോകത്തിൽ അവതരിപ്പിച്ച ആരാ എന്ന രീതിയിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ അവിടെ കുറച്ചും കൂടി ആ ക്വസ്റ്റിനെ എക്സ്പ്ലനേറ്ററി ആക്കുകയാണ്, അല്ലെ കുറച്ചും കൂടി എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ ആ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് റോക്ക്ഡെയിൽ പയനേഴ്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുന്നവരെ പോലും ഒരു നിമിഷം ഒന്ന് കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലൊരു പാറ്റേൺ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കുറച്ചധികം നീളത്തിലുള്ള ചോദ്യങ്ങൾ വളരെയധികം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ട്രെൻഡ് ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും നല്ല രീതിയിൽ അത് പറയാം. നെക്സ്റ്റ്, ICA appointed Carvey Commission of Cooperative Principles. കാർവേ കമ്മീഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് ഏത് വർഷമാണ് അപ്പോയിന്റ് ചെയ്തത്? ഓപ്ഷൻ എ 1844, ഓപ്ഷൻ ബി 1934, ഓപ്ഷൻ സി 1937, ഓപ്ഷൻ ഡി 1964. അല്ലെ, തീർച്ചയായിട്ടും കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഏത് വർഷമാണ്? 1964. പിന്നീട് 66 അവർ എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം. 64 കാർവേ കമ്മീഷനെ ICA അപ്പോയിന്റ് ചെയ്തു. നമുക്കറിയാം ഈ ഒരു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന് വന്നു. അതിനുശേഷം നമുക്കറിയാം ആദ്യത്തെ സബ് കമ്മിറ്റി 1937 റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഈ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ കാറ്റഗറൈസേഷൻ എന്ന കാർവേ കമ്മീഷൻ ആണ് ഈ പറയുന്ന ഒരു ഇതിലേക്ക് കടക്കുന്നു. കൃത്യമായി നമുക്കറിയാം ഇന്ത്യക്കാരനായ DJ കാർവേ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് അതിന്റെ കാർവേ കമ്മീഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം അതിന്റെ മൂന്നാമത്തെ റിവ്യൂ വരുന്ന സമയത്ത് മാഞ്ചസ്റ്ററിൽ വെച്ച് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം. അങ്ങനെ ആ ഒരു പ്രിൻസിപ്പിൾസിന്റെ ഒരു എവല്യൂഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അധികം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ എവല്യൂഷനും നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. The principles of cooperatives adopted by ICA needed for internal relationship of cooperatives include. ഈ പറയുന്ന ഒരു ഇന്റേണൽ റിലേഷൻഷിപ്പിന് ഒരു എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനൊക്കെ എന്ത് ചെയ്യുന്നത് കൃത്യമായി നീഡായിട്ടുള്ള ഒരു ICA പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ഓപ്ഷൻ സി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം ഈ ഒരു ICA ഈ ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വോളണ്ടറി ഓപ്പൺ മെമ്പർഷിപ്പിൽ ഡെമോക്രാറ്റിക് മെമ്പറുകളെ. തീർച്ചയായിട്ടും എന്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ്. നമുക്കറിയാം കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ സൊസൈറ്റി ഏത് കമ്മ്യൂണിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്
ആ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ആ കമ്മ്യൂണിറ്റിയുടെ മുഴുവനായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് കൃത്യമായി പറയുന്ന ഒരു സംവിധാനം കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പറയുന്നത്. സോ അത് ഒരു ഇന്റേണൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ കൃത്യമായി കാണിക്കുന്ന ഒരു പ്രിൻസിപ്പിൾസ് കൂടിയാണ് ഇത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ, ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദി വേൾഡ്. അതായത് ഒരു റിപ്പീറ്റഡ് നാച്ചുറൽ വന്നിട്ടുള്ള കോപ്പറേഷൻ വന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന് പറയുന്ന ഈ ചോദ്യമാണ് അല്ലെ, എവിടെയാണ് ലോകത്ത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്? എ ഇന്ത്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. നമുക്ക് ഒരു കോപ്പറേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചോളം എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് ലോകത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലൂടെയാണ് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ശക്തി ആർജിക്കുന്നതും ലോകത്തെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കുന്നതൊക്കെ ഇംഗ്ലണ്ടിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണെന്ന് നമുക്ക് പറയാം. The Multi-State Cooperative Societies Act came into force in India on 19th August. മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈ ആഗസ്റ്റ് 19 ഏത് വർഷമാണ് ഇതിൽ നിന്ന്? അപ്പൊ നമുക്കറിയാം മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് 1982 ആ കാലഘട്ടങ്ങളിൽ വരുന്നു. അപ്പൊ അതിന്റെ ഒരു അമെന്റ്മെന്റ് നിലയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു വർഷം കൃത്യമായി തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഓപ്ഷൻ സി 2002ലേക്ക് പോകും. മറ്റു ഓപ്ഷൻസ് പറയുന്ന ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2003 ആയിരുന്നു. അതിൽ 2002 നമുക്കറിയാം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിന്റെ ഒരു അമെന്റ്മെന്റ് വരുന്നത് 2002 ആക്ട് വരുന്നത് 1982. പക്ഷെ അതിനെ കുറിച്ച് ഇവിടെ ആ വർഷത്തെ ഇവിടെ സൂചിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ ഒരു അമെന്റ്മെന്റ് വന്ന ഒരു ആക്ടിന്റെ ഒരു വർഷം ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് കണക്കിലെടുക്കാം. 2002 ആണ് ഈ ഒരു പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ ഒരു ആക്ട് ആയിട്ട് പറയുന്നത് 2002 ആണ്. ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു ചോദ്യമാണ്, deposit made by a consumer in a cooperative consumer store in advance of purchase so that cash payment for each transaction is avoided. ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ഒരു കൺസ്യൂമർ സ്റ്റോറിൽ എന്താണ് ഒരു അഡ്വാൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെന്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കാരണം അവർക്ക് എല്ലാ സമയത്തും ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ക്യാഷ് പേയ്മെന്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് നടത്തണം. ആ ഡെപ്പോസിറ്റിനെ എന്ത് പേരിലാണ് പറയുക? ഓപ്ഷൻ എ ട്രേഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ക്യാഷ് ക്രെഡിറ്റ്, ഓപ്ഷൻ സി റിസർവ് ഫണ്ട്, ഓപ്ഷൻ ഡി ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ മെമ്പർ ഒരു കൺസ്യൂമർ സ്റ്റോറിൽ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റ് നമ്മൾ പറയുന്ന പേര് ട്രേഡ് ഡെപ്പോസിറ്റ് എന്നാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ട്രേഡ് ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് പേയ്മെന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ മുൻകൂട്ടി പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് കൺസ്യൂമർ സ്റ്റോറിൽ ഒരു കൺസ്യൂമർ നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു മെമ്പർ നടത്തുന്നതിന് നമ്മൾ പറയുക ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിലാണ് പറയുക. എന്താ പറയുക? ട്രേഡ് ഡെപ്പോസിറ്റ് എന്നാണ് അതിനെ സാധാരണത്തിൽ നമ്മൾ സൂചിപ്പിക്കുക. അടുത്തത്, Dash is the key principle of cooperation, which means that each member has only one vote. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കോപ്പറേഷന്റെ ഒരു പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ഈ ഓരോ മെമ്പർക്കും ഓരോ വോട്ട് എന്ന് പറയുന്നത്. 1 member 1 vote എന്ന സംവിധാനം. അത് ഏത് പ്രിൻസിപ്പിൾസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്ഷൻ സി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ ഡി ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. തീർച്ചയായിട്ടും അത് ഏത് പ്രിൻസിപ്പിൾസിന്റേതാണ്? ഏത് പ്രിൻസിപ്പിൾസൊക്കെയാണ്? ഡെമോക്രാറ്റിക് കൺട്രോൾ അല്ലെ? ഡെമോക്രാറ്റിക് കൺട്രോൾ നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. അതായത് അവിടെ ഈ പറയുന്ന മെമ്പേഴ്സിനിടയിൽ തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 member 1 vote എന്നാണ്. നിങ്ങൾ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്ന നിലയിലാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഏത് പ്രിൻസിപ്പിളിനെയാണ്? തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന പ്രിൻസിപ്പിളെയാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന പ്രിൻസിപ്പിൾ തന്നെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അവിടെ 1 member 1 ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ള സംവിധാനമാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രോൾ ലഭിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീൽഡ് വിത്ത് ഓൺലി. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഡെൽറ്റ് ചെയ്യുന്ന ആ ഏത് ഇതിലാണെന്ന് പറയുന്നത്? ഓപ്ഷൻ എ അറ്റ് ദി മെമ്പർ മീറ്റിംഗ്, അറ്റ് ദി മീറ്റിംഗ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി, at the level of president, option D at the office of the registrar. എവിടെ ഏത് ഇതിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ഒരു കോപ്പറേറ്റീവ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന ഡീൽ ചെയ്യുന്നത് പറയുന്നത്? തീർച്ചയായിട്ടും എന്താണ്? ഓപ്ഷൻ എയിലാണ് അറ്റ് ദി മെമ്പർ മീറ്റിംഗ്. നമുക്കറിയാം ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഈ പറയുന്ന ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തതിനെ കുറിച്ച് കൃത്യമായി പറയുന്നത്. അപ്പോൾ അറ്റ് ദി മെമ്പർ മീറ്റിംഗ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അറ്റ് ദി മെമ്പർ മീറ്റിംഗ് ആണ്. അതായത് എപ്പോഴാണോ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നത് അതിനടിസ്ഥാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് പറയുന്നില്ല എന്ന് മാത്രം. അതായത് അത് എന്താണ് എന്ന് ഡയറക്റ്റ് പറയുന്നില്ല. അതായത് മെമ്പർ മീറ്റിംഗ് എന്നൊരു ജനറൽ ബോഡി മീറ്റിംഗിനെയാണ് മെമ്പർ മീറ്റിംഗ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെയാണ് ഈ പറയുന്ന ഒരു ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി.
കോപ്പറേറ്റീവ് പ്രോസസിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. ഇന്ത്യയിലെ ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രോസസിംഗ് യൂണിറ്റ്സ് എന്താണ് ആ ഒരു ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്? ഓപ്ഷൻ എ NCCU, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി SCU, ഓപ്ഷൻ ഡി NCCF. തീർച്ചയായിട്ടും ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രോസസ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസിംഗ് യൂണിറ്റ്സിന്റെ എക്സ്റ്റൻഷൻ ഫെസിലിറ്റീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, NCDC ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രോസസിംഗ് യൂണിറ്റ്സിന്റെ ഒരു ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആരാണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ NCDC ആണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അടുത്ത ചോദ്യമാണ്, അപെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദി കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അപെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഏതാന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ നാപ്സ്കോപ്പ്, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി NDDB. നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ തന്നെ കൃത്യമായിട്ട് ഉത്തരം പറയാം. ആരാണ് ഈ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റിലെ ഇന്ത്യയിലെ അപെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഓപ്ഷൻ സി എന്താണ്? നബാർഡ് തന്നെയാണ്. നബാർഡാണ് ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ രാജ്യത്തെ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റിന് എന്താണ് ഒരു അപെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് രീതിയിൽ പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്? നബാർഡ് തന്നെയാണ്. നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നബാർഡ്. ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഓൺ ദി കൺട്രി ഫോർ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണ് നമ്മുടെ രാജ്യത്ത്? ഓപ്ഷൻ എ നാപ്സ്കോപ്പ്, ഓപ്ഷൻ ബി ക്യാംകോ, ഓപ്ഷൻ സി NCBA, ഓപ്ഷൻ ഡി നാഫിക്സ്. തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ക്യാംകോ ആണ്. ക്യാംകോ ആണ് ഈ പറയുന്ന ഒരു ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് ഇത് പറയുന്നത് ക്യാംകോ എന്ന് പറയുന്ന സമയത്ത്. നാംസ്കോബോ NCBO നാഫിക്സ് ഒന്നും അല്ല, ക്യാംകോ ആണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ടു. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ എണ്ണം ഇത്രയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 15. തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം എന്താണ് എവിടേക്ക് ഇത്രയും ലിമിറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ ഡി 15. 15 എന്ത് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 15 ഈ പറയുന്ന ഒരു ഇതിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 7 മുതൽ 15 വരെ എന്നുള്ളൊരു കണക്ക്. അപ്പോൾ ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എന്താണ് ഈ പറയുന്ന പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ എണ്ണം ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? ഈ 15 മെമ്പേഴ്സിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് പലപ്പോഴും വളരെ അധികം ചോദിക്കുന്നത്. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റ് ഇൻ ദി ഇയർ. ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായത്? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1972. ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. 1969 ആണോ, 1970 ആണോ, 1971 ആണോ, 1972 ആണോ? തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ആണ്. 1970 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത് 1970 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത് എന്നുകൂടി അതിൽ കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ രൂപീകരിച്ച വർഷങ്ങൾ, ഹെഡ് ക്വാർട്ടേഴ്സ് ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ കമ്പാരിറ്റീവ് വളരെ കുറവ് വന്നിരിക്കുന്നെങ്കിൽ പോലും നമുക്ക് ഇനിയും തുടർന്നുള്ള എക്സാമിൻസും വളരെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് രൂപീകരിച്ച വർഷം, അവരുടെ പബ്ലിക്കേഷൻസ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ചെയർമാൻ, ഈ ഒരു രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ആ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. വാംനികോം പൂനെ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആരാണ് വാംനികോം പോസ്റ്റ്? നമുക്കറിയാം വൈൻഡിൻ മെത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. അത് പൂനെയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്നുള്ളത്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി NCCT, ഓപ്ഷൻ ഡി NCUA. തീർച്ചയായിട്ടും ആരാണ്? ഓപ്ഷൻ ഡി ആണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? വാംനികോം രൂപീകരിച്ചത്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? പൂനെയിൽ വൈഗുൺ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. വൈഗുൺ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എവിടെ ചെയ്യുന്നത്? പൂനെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വാംനികോം പൂനെ എന്ത് ചെയ്തിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ,
അപ്പോൾ അത്രയും ചോദ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ ഒരു മേഖലയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന ഒരു കോർപ്പറേഷനെ റെപ്രസെന്റ്. അപ്പോൾ നമുക്കറിയാം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന് ഒരു ആകെപ്പാട് നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ കോർപ്പറേഷന്റെ ഭാഗത്ത്, ഈ ജനറൽ കോർപ്പറേഷന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അവിടെ ഫോറിൻ കോർപ്പറേഷനെ വലുതായിട്ടൊന്നും പരിഗണിച്ചില്ല. എന്നാൽ ICAയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, ICA പ്രിൻസിപ്പിൾസിന്റെ ഭാഗത്തുനിന്നുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും കോപ്പറേറ്റീവ് വാല്യൂസിന്റെയും ഭാഗത്തുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ചില ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, അപ്പെക്സ് ഓർഗനൈസേഷൻസ് അതിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. മാനേജിംഗ് കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കോർപ്പറേഷനുമായി വല്ല ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെ പാറ്റേണിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, സെക്ഷൻസ് കൃത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനവും അമൻമെന്റ് ചെയ്യേണ്ട സമയം കൃത്യമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരുന്നു. അടുത്ത എക്സാമിനേഷന് വളരെ കൃത്യമായി പരിചയം. അപ്പൊ നിങ്ങൾക്ക് ആ എക്സാമിനേഷന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗൈഡൻസിന് വേണ്ടി എൻട്രി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.